ടാറ്റന്റെ പ്രൊഫൈലാണ് വരുന്നത്. ഇതിൽ വരുന്ന അപ്പോളോന്റെ സ്ക്വയർ ട്യൂബ് ആണ്. ആ കസ്റ്റമറിന് എങ്ങനെയാണ് വേണ്ടത്? കാരണം ഒരു കള്ളി വെർട്ടിക്കലാണ്, ഒരു കള്ളി ഹൊറിസോണ്ടൽ. നമ്മൾ മെയിൻ ഡോറിനെ കൊടുത്താൽ എന്താ പ്രശ്നം? ചെയ്യാൻ പറ്റും. മെയിൻ ഡോറിന് ചെയ്യലുണ്ട്. ഒരു സാധനമൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അസൽ തന്നെ നിങ്ങൾ വരണം. ഫുഡിനെ അപേക്ഷിച്ച് കുറവാണ്. അതേപോലെ പ്രൈസിലേറെ നമുക്ക് ഏറ്റവും മെച്ചം എന്താ വെച്ചാൽ ടൈമാണ്. ലോക്കായി. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഇവിടെ വെൽഡിങ്ങിന്റെ 3 വർഷത്തിന് മേലെ 3 വർഷത്തിന് മേലെ ഉണ്ടോ? അത് നമ്മൾ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുന്ന ആളുകൾ വീഡിയോ ആണ് അധികം നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഐഡിയക്ക് ചെയ്തതല്ല. കസ്റ്റമർ നമുക്ക് ഈ മോഡൽ വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാം, ധൈര്യം ഉണ്ട്. കാരണം നമ്മൾ 5 വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്. ഏത് സൈസിലും ചെയ്ത് കൊടുക്കാൻ പറ്റും. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് വളാഞ്ചേരിയാണ്. വളാഞ്ചേരി അടയൂർ ഹസാസ് സ്റ്റീൽ ഡോട്ട്സിലാവുന്നത്. ഹസന്റെ വീഡിയോ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ ഇവർ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതായത് കേരളത്തിൽ ഇവരാണ് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ചെയ്യുന്നത്. വേറെ ആരും ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം വെച്ചാൽ തമിഴ്നാട്ടിനാണെങ്കിൽ ആന്ധ്രയാണെങ്കിൽ കർണാടക എന്ന എല്ലാ ഭാഗത്തുനിന്ന് ഇവർക്കാണ് ഓർഡറുകൾ വരാറ്. ഏറ്റവും വലിയ സൈസുകൾ ഞാൻ കാണിച്ചു കേട്ടോ. നമുക്ക് ആബിദിനോട് ചോദിച്ചേക്കാം. ആബിദേ ബാ, വേഗം പരിപാടി അങ്ങോട്ട് തുടങ്ങാം, സമയമില്ല. എന്താ ഇത് ചെയ്തിരിക്കുന്നത്? ഈ സൈസുള്ള വിൻഡോസ് കണ്ടിട്ടുണ്ടോ? ഇല്ല, അതാ പറഞ്ഞത്. ഈ സൈസ് ഇതിപ്പോ ഏകദേശം എത്ര ഉയരണ്ടാവും? ഒരു 6 മീറ്ററിന്റെ മേലുണ്ടാവും. 6 മീറ്ററിന്റെ മേലുണ്ടാവും. ഈ ഒരു സാധനമൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അസൽ തന്നെ നിങ്ങൾ വരണം. ഇത് നമ്മൾ സ്റ്റെയർ കേസിന്റെ ഏരിയയിൽ ചെയ്യാം. അതിനൊരു ഒറ്റ മിനിറ്റ് ഇതിന്റെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞിട്ട്. നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി എടയൂരാണ്. കസ്റ്റമർക്ക് ലോങ് ഉള്ളവർക്കൊക്കെ വളാഞ്ചേരി എന്ന് പറഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് മറന്നു പോകാനാണ്. ഇത് കോഴിക്കോടല്ല. ഇത് വരുന്നത് ടാറ്റന്റെ പ്രൊഫൈലാണ്. ടാറ്റന്റെ പ്രൊഫൈലാണ് വരുന്നത്. ഇതിൽ വരുന്ന അപ്പോളോന്റെ സ്ക്വയർ ട്യൂബ് ആണ്. ഇത് 14 mm സ്ക്വയർ ട്യൂബ് ഇട്ടിട്ടാണ് ചെയ്തത്. ഇതിപ്പോ ഈ കസ്റ്റമർക്ക് തന്നെ ഒരു ഫിക്സ്ഡ് ചെയ്യാൻ വേണ്ടി വുഡിലാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു 3 ഇരട്ടി കോസ്റ്റ് എന്തായാലും. നോർമൽ വിൻഡ് ആണെങ്കിൽ നല്ല വുഡ് കിട്ടാനില്ല, കാണാനും ഭംഗി. ഇതാണ് സ്റ്റീലാണ്. യൂസിങ് നല്ല മെയിൻ്റെനൻസ് വളരെ കുറവാണ്. ഈ പോളിഷിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ഇതിലും വലിയ സൈസ് ആണെങ്കിൽ ചെയ്ത് കൊടുക്കില്ല. ഇത് ഇതിന്റെ ഡബിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഡബിൾ ചെയ്ത് കൊടുക്കും. വീടിനല്ലാന്ന് ചെയ്തു, ഒരു ബിൽഡിങ്ങിന്റെ ഏരിയ ഒന്ന് ചെയ്തു. ഓക്കെ, അതേപോലെ തന്നെ വേറൊരു അമണ്ട സൈസ് ആണുള്ളത്. ഇത് കണ്ണൂരുള്ള ഇത് ലാൻഡിങ്ങിന്റെ താഴെ, ലാൻഡിങ്ങിന്റെ മേലെ, അത് പിന്നെ അതിന്റെ മേലെ വരുന്നത്. ചെയറിന്റെ ലാൻഡിങ്ങിൽ ഈ വിൻഡോ വരും. ഓക്കെ, ഇതൊക്കെ ഒരുപാട് പൈസ ആവും അത് ചെയ്യാൻ. നമ്മളെ വീഡിയോയിലൊക്കെ വില എന്തായാലും ഒരു ഏകദേശം വില എങ്കിലും പറയാറുണ്ട്. ഇതിനൊക്കെ എന്ത് വില ഉണ്ടാവും? ഇതിനൊക്കെ ഏകദേശം ഒരു 30ന്റെ റേഞ്ച് ഒക്കെയാണ് വരിക ഏകദേശം കേട്ടോ. ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. ഇത് റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടാറ്റന്റെ പ്രൊഫൈലിൽ വരുന്ന റേറ്റ് ആണ് പറഞ്ഞത്. വീട്ടിലൊക്കെ നല്ല റേറ്റ് ഉണ്ടാവും. ഇതാണെങ്കിലോ ഇത് ഏകദേശം ഒരു 35 ഏകദേശം റേറ്റ് ആണ്. മാറ്റങ്ങൾ ഉണ്ടാവും. ഇത് അതേപോലെ നമ്മൾ നേരത്തെ കണ്ട വിൻഡോ അല്ലേ, ആ കസ്റ്റമർക്ക് ഉള്ള തന്നെയാണ്. ഇതും ആ കസ്റ്റമർക്ക് ഒരു ഫിക്സ്ഡ് ഗ്ലാസ് ചെയ്യാനാണ്. ആ സെയിം പാറ്റേൺ ആണ്. അതിൽ ചെറിയൊരു ഡിസൈനിൽ മാറ്റുണ്ട്. ഇതൊക്കെ കസ്റ്റമർ, അതായത് ആർക്കിടെക്റ്റിന്റെ അടുത്താണ് ഇപ്പൊ ഫുള്ള് പ്ലാൻ. ആർക്കിടെക്ട് എങ്ങനെ തരണം അതേപോലെ ചെയ്യും. പിന്നെ കുറെ ആർക്കിടെക്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ അൺസൈസ് ചെയ്യുമ്പോൾ നമ്മൾ സംശയം കൂടുതൽ ചോദിക്കാൻ ഇത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അവർക്കും സിമ്പിൾ ആണ്. കാരണം നമ്മളെ തന്നാൽ നമ്മൾ കൂടുതൽ കാലമായിട്ട് അൺസൈസ് ആണ് ചെയ്തത്. നിങ്ങൾ പഴയ വീഡിയോയിൽ തന്നെ നമ്മൾ അൺസൈസ് ആണ് കൂടുതൽ കാണിച്ചിട്ടുണ്ടാവും. ഇവരെ വർക്കുകൾ മുഴുവനായിട്ട് കോമൺ ആയിട്ടുള്ള സാധനങ്ങൾ ഒന്നും വരെ ചെയ്യാറില്ല. ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു രസമാണ്. അല്ലാതെ എന്നും ഒരേ മോഡൽ ചെയ്യുമ്പോൾ നമുക്കൊരു ഇതൊക്കെ നമ്മൾ ചെയ്ത വർക്ക് തന്നെയല്ലേ എന്ന് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. ഇതൊക്കെ മുറിച്ചു പോകാൻ പറ്റില്ല. അത് 16 mm പോളിഷ് റാഡാണ്, റൗണ്ടാണ്, ഫുൾ തിക്കാണ്. ഇതൊന്നും കട്ട് ചെയ്യാൻ സോളിഡ് ആണ്. ഇത് ആ കസ്റ്റമറിന് എങ്ങനെയാണ് വേണ്ടത്? കാരണം ഒരു കള്ളി വെർട്ടിക്കലാണ്, ഒരു കള്ളി ഹൊറിസോണ്ടൽ ആയിട്ട് വേണമെന്ന് പറഞ്ഞു ഗ്രില്ല്. ഇത് ഫുള്ള് ഫിക്സ് ആണ്. ഏകദേശം ഒരു 24 പീസായിട്ട് വരുന്നുണ്ട്. കള്ളികള് 12 24 പീസ് ഗ്ലാസ് വരുന്ന ടൈപ്പാണ്. തമിഴ്നാടുള്ള ഒരു കസ്റ്റമറിന് വേണ്ടിട്ട് സോളിഡിൽ ചെയ്തതാണ്. ഗ്രിൽ ടൈപ്പ് നമ്മളോട് ഇങ്ങനെ ഗ്രിൽ ടൈപ്പ് കൂടുതൽ ചെയ്തില്ല. ഒരു വിന്റേജ് ലുക്ക് കിട്ടാൻ വേണ്ടിട്ട് ചില ആൾക്കാർ ചെയ്യുന്നുണ്ട്. തമിഴ്നാട് ഏരിയയിലൊക്കെ ഈ സോളിഡിൽ ഇങ്ങനെ ഗ്രില്ല് ചെയ്യുന്നത്. തമിഴ്നാട് നമ്മൾ ഒരുപാട് ആളുകൾ വന്നതാണ്. നമ്മളെ വീഡിയോ ഒരുപാട് ആൾക്കാർ തമിഴ്നാട്ടിൽ നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ തമിഴ്നാട്ടിലുള്ള ആൾക്കാർക്ക് ഏത് ഐറ്റം ആണെങ്കിലും ചെയ്ത് കൊടുക്കും. ഫ്രീ ആയിട്ട് ഡെലിവറി ഫ്രീ ആണ്. ഒരു വീട്ടിലേക്കുള്ള ഓർഡർ ഉണ്ടെങ്കിൽ നിലവിൽ ചിലപ്പോൾ ഷോപ്പുള്ള ആൾക്കാരുണ്ട്. തമിഴ്നാട് ഷോപ്പുള്ള ആൾക്കാർ നമ്മൾ കോൺടാക്ട് ചെയ്ത് ഹോൾസെയിൽ റേറ്റിൽ തരാം. അത് വേറെ റേറ്റ് ആണ്, റീറ്റെയിൽ വേറെ റേറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഹോൾസെയിലായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്ക് നല്ല റേറ്റിന് തരാൻ പറ്റും. ഓക്കെ, നമ്മളിവിടെ എനിക്ക് തോന്നുന്നു 2-3 വർഷമായില്ലേ, 3 വർഷത്തിന് മേലെ ഇവിടെ വന്ന് വീഡിയോ ചെയ്യുന്നില്ലേ? നിങ്ങളിവിടെ വീഡിയോയിൽ 3 വർഷത്തിന് മേലെ അല്ലേ? 3 വർഷത്തിന് മേലെ ഉണ്ടോ? അത് നമ്മൾ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുന്ന ആളുകൾ വീഡിയോ ആണ് അധികം നമ്മൾ ചെയ്തിട്ടുള്ളൂ. വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുന്ന ആൾക്കാർ ഇവന്മാരൊക്കെ പറഞ്ഞാൽ അത്ര പ്രായമായിട്ടുള്ളൂ. ഇവന്മാർ അടിപൊളിയായിട്ട് വർക്ക് ചെയ്ത് നല്ല സെറ്റ് ആയില്ലേ? അടിപൊളി. കാലിക്കറ്റുള്ള ഒരു കസ്റ്റമറാണ്. ആള് തമിഴ്നാട്ടുകാരനാണ്. കാലിക്കറ്റ് ഇതിപ്പോ വീട് വെക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ഈ ഒരു മോഡൽ ഇതിൽ നമ്മൾ CNC കട്ട് ചെയ്ത മോസ്കിറ്റോ മെഷ് വരാണ്ട്. ഇതിൽ മസ്കിറ്റോ കൊടുക്കും. ഇത് വീടിന്റെ ഉള്ളിലേക്കുള്ള ഡോറ്. അതായത് ഡോറ് തുറന്നിട്ടാൽ വീടിന്റെ ഉള്ളിൽ കൊതു കയറാതിരിക്കാൻ വേണ്ടി ഇതിൽ ഫുള്ള് നെറ്റ് വരും. ഇതിൽ നെറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാറ്റ് കയറും. ഡോർ തുറന്നിടാം. നമ്മളെ ഡിസൈൻ അല്ലത്. ഇത് നോക്കിയാൽ നമ്മളെ ഏരിയയിൽ ഇങ്ങനത്തെ ഡിസൈൻ അവർക്ക് ഈ ഡിസൈൻ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അവർ ചെയ്തതാണ്. മെയിൻ ഡോർ ആണ്. അവര് പറഞ്ഞത് എങ്ങനെ വെച്ചാൽ ഇത്
നെറ്റിൽ ചെയ്താൽ മതി. ഈ നെറ്റ് ഇട്ടത് നല്ല രസമുണ്ട് കാണാൻ. നെറ്റ് ഈ ഏരിയയിൽ നെറ്റ് ഉണ്ട്, ഈ CNC കട്ട് ചെയ്ത ചെറിയ ചെറിയ ഹോൾസിലെ നെറ്റ് ഉണ്ട്. അത് വരുമ്പോ ഇത് ഓപ്പൺ ആക്കിയിട്ട് അത് കാണാൻ നല്ല രസം, ഭംഗിയുണ്ട്. നല്ലൊരു പെയിന്റും കൂടി കൊടുത്താല് ലുക്കാണ്. സേഫ്റ്റി ഉള്ളതാണ്. ഇതിൽ വരുന്നത് അതേപോലെ മോസ്കിറ്റോ നെറ്റ് പറഞ്ഞ നെറ്റ് അല്ല, ഇതേ ഷീറ്റിൽ ഹോൾസ് അടിച്ചിട്ട് വരുന്ന ഷീറ്റാണ്. അത് പൊട്ടിച്ച് ഉള്ളിൽ കയറാൻ പറ്റില്ല. സ്ലൈഡിങ് ഡോറാണ്, അതായത് നമുക്ക് കോട്ടിയാടൊക്കെ ചെയ്യാൻ പറ്റിയ സ്ലൈഡിങ്. നമ്മള് മേലത്തെ സിറ്റ് ഔട്ടിനൊക്കെ ചെയ്യാൻ പറ്റും. രണ്ട് സൈഡ് ക്ലോസ് ചെയ്താൽ ഒരു 4 കളിൽ വിൻഡോന്റെ ഒരു ഫീലിംഗ്. ഞാൻ ഒന്നുകൂടി ചോദിച്ചോട്ടെ, ഇത് നമ്മളെ മെയിൻ ഡോറിനെ കൊടുത്താൽ എന്താ പ്രശ്നം? ചെയ്യാൻ പറ്റും. മെയിൻ ഡോറിന് ചെയ്യലുണ്ട്. ഡിസൈൻ മാറ്റി കൊടുക്കാം. അതേപോലെ ഇതിന്റെ ഗ്രില്ല് മാറ്റാം. ഇത് ഓരോ ഏരിയക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഇതിന്റെ ഗ്രില്ലിലൊക്കെ നമ്മൾ ഡിസൈൻ മാറ്റം വരുത്തുന്നുണ്ട്. മേലും താഴെ റെയിൽ ഇടാനുള്ള കാരണം എന്താ വെച്ചാല് ലോഡ് വന്നാൽ ഇതിൽ കംപ്ലൈന്റ് വരാതിരിക്കും. ശരിക്കും മേലെ മാത്രമേ റെയിലിന്റെ ആവശ്യമുള്ളൂ. താഴെ കൊടുത്തിട്ടുണ്ട്. ഒരു കാരണവശാലും അത് പറഞ്ഞു വരരുത്, കംപ്ലൈന്റ് ഉണ്ടാവരുത്. ഇത് നമ്മൾ എപ്പോന്റെ ഫിറ്റിംഗ്സ് ഈ ഒരു സൈസിലൊക്കെ ചെയ്തവരാണെങ്കിൽ ഏകദേശം ഏകദേശം ഒരു 35-40 ആ റേഞ്ച് വരും. ഇതിന് മെയിൻ എന്താന്ന് വെച്ചാല് UPC-ലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഗ്രില്ല് ഉണ്ടാവില്ല. സേഫ്റ്റിന് ചെറിയ പ്രശ്നമാകും. ഇല്ലാന്നുണ്ടെങ്കിൽ അപ്പൊ ടഫൻ ഗ്ലാസ് ചെയ്യണം, കോസ്റ്റ് കൊടുക്കും. ഇത് നോർമൽ വിൻഡോ ചെയ്യുന്ന ഗ്ലാസ് ഇട്ടാലും കുഴപ്പമില്ല, ഇതിന് ഗ്രില്ല് ഉണ്ടായതുകൊണ്ട്. ഇനിയിപ്പോ ഗ്രില്ല് ഇതിലേറെ സേഫ്റ്റി കൂട്ടണം, പോളിഷ് റാഡ് അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഏത് ടൈപ്പിൽ നമുക്ക് ചെയ്തു. ഇതിൽ പ്രത്യേകത നമ്മളിതിൽ ഓട്ടോ ലാച്ച് പറഞ്ഞ ലോക്കാണ് കൊടുത്തത്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഓട്ടോ ലാച്ച് പറഞ്ഞ സാധനം വളരെ സിമ്പിൾ ആയിട്ട് ഇത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. തുറക്കണം എന്നുണ്ടെങ്കിൽ അവിടെ പ്രസ് ചെയ്ത് കൊടുത്താല് പ്രസ് ചെയ്തിട്ട് തുറക്കാനും പറ്റും. ഗ്ലാസ് ഇട്ടിട്ടുണ്ടെങ്കിൽ തുറക്കാൻ പറ്റില്ല. ഇതിപ്പോ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞു, ലോക്കായി കഴിഞ്ഞാൽ പിന്നെ അകത്തുനിന്നേ തുറക്കാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു 2 വർഷം മുമ്പ് നമ്മൾ ഈ ഓട്ടോ ലാച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇത് നമ്മളിത് എങ്ങനെ ചെയ്യലോ വെച്ചാല് ചിലപ്പോ വേറെ ഈ പ്രൊഡക്റ്റിനെ പറ്റി കണ്ട ആദ്യം നമ്മൾ സാമ്പിൾ അടിച്ച് നോക്കും, ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ. ഇതിനു മുമ്പ് നമ്മൾ വേറൊരു ഓട്ടോ ലാച്ച് കാണിച്ചിരുന്നു, ചെറുത്. അതിലേറെ നല്ല സ്മൂത്തുള്ള ഓട്ടോ ലാച്ച്. ഇതാണ് ഇപ്പൊ എല്ലാവർക്കും ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ ഫസ്റ്റ് വീഡിയോ, രണ്ടാമത്തെ വീഡിയോ സമയത്ത് 2-2.5 വർഷം മുമ്പേ ഓട്ടോ ലാച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ അതേപോലെ തന്നെ ഈ ഐമാക്സ് ഇഞ്ചസ് ഈ ഐമാക്സ് ഇഞ്ചസ് നിങ്ങൾ ഫസ്റ്റ് വീഡിയോ നിങ്ങൾ ചെയ്തിട്ടുണ്ട്, 3 വർഷം മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ചില ആൾക്കാർ ഇത് ഐമാക്സിൽ ചെയ്യാന്നുള്ള ഐമാക്സിനെ പറ്റി പറയുന്നത് ഭയങ്കര വിശദമായിട്ട് വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ നേരത്തെ ചെയ്താണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് സ്റ്റീലിൽ എന്തെല്ലാം പുതിയ സാധനങ്ങൾ വരുന്നോ അതൊക്കെ ഇവിടെ ചെയ്ത് തുടക്കത്തിൽ ഇവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ വീഡിയോ എടുത്തു വെച്ചോ, ആവശ്യം വരും. കാരണം വെച്ചാൽ ഇങ്ങനത്തെ സ്ഥലത്ത് കോട്ടയാടിലേക്ക് എന്ത് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇതൊക്കെ അവിടെ യൂസ് ചെയ്യാം. ഇതിനെ പറ്റുമെന്ന് പറയും. ഇതൊരു നമ്മളൊരു 5 കള്ളി വിൻഡ് ആണ്. ഇതിൽ ശരിക്കും 10 പാളിയുണ്ട്. ഇത് സംബന്ധം ഇതിൽ ഗ്ലാസ് ഇടാളാണ്. ആ വീടിന്റെ പുറത്ത് ഗ്ലാസ് ഇടാളാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മോസ്കിറ്റോ മെഷീൻ ഉണ്ട്. ഇതിന് മോസ്കിറ്റോ മെഷീൻ വീടിന്റെ ഉള്ളിൽ. അതായത് ഇത് തുറന്നിട്ടാലും വീടിന്റെ ഉള്ളിൽ കൊതുകിന്റെ ശല്യം ഉണ്ടാവില്ല. ഇത് നമ്മൾ വുഡിൽ ചെയ്യുന്ന അതേ സെയിം സാധനം സ്റ്റീൽ ചെയ്യാം. ഇതിന് ഏകദേശം ഒരു 11-12 ഉള്ളിലാവും. വുഡിൽ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഒരു 20 ലൂവറാണ് ഷട്ടർ ഡിസൈൻ. ഇത് വുഡിലാണ് ചെയ്യുന്നത്, നല്ല റേറ്റ് ആണ്. വുഡ് മോശമാണെന്നല്ല, വുഡിൽ കോസ്റ്റ് കൂടും. ഇത് മെയിൻ എന്താ വെച്ചാൽ ഒന്നാമത് ഇതിന്റെ പ്രൈസ് വുഡിനെ അപേക്ഷിച്ച് കുറവാണ്. അതേപോലെ പ്രൈസിലേറെ നമുക്ക് ഏറ്റവും മെച്ചം എന്താ വെച്ചാൽ ടൈമാണ്. വുഡാണ് അതിന്റെ വൈത്താലം എന്തായാലും 2 മാസം വൈത്താലം. ഇതാകുമ്പോ ആ പ്രശ്നം അതിൽ നെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതും അതേപോലെ 2 പാളി തന്നെ. ഇത് വീടിന് പുറംഭാഗം ഇവിടുന്ന് തുറക്കേണ്ട എന്താന്ന് വെച്ചാൽ ഗ്ലാസ് ഇടാത്തോണ്ടാട്ടോ. ഗ്ലാസ് ഇട്ടിട്ട് ഇവിടുന്ന് കൈയിടാൻ പറ്റില്ല, നേരെ വീടിന്റെ ഉള്ളിൽ തന്നെ തുറക്കാൻ പറ്റുള്ളൂ. അതേപോലെ ഇവിടെ ഓട്ടോ ലാച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ മോസ്കിറ്റോ വരുന്ന ഭാഗത്ത് നമ്മളിവിടെ ഒരു പുഷ് ലോക്കും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താല് ലോക്ക്. അല്ലാതെ ഇതിന് ടവർ ബോൾട്ടോ കുറ്റിയും കൊളത്തോ ഒന്നും വേണ്ട, ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓട്ടോ ലാച്ച് ഇതെന്താ സിമ്പിൾ ആണ്, നമുക്ക് ഒന്നും ചെയ്യല്ല, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ക്ലോസ്. പിന്നെ അതേപോലെ നല്ല കാറ്റുള്ള ഏരിയ ഒക്കെ ആണെങ്കിൽ 100% കുറ്റിക്കുളത്തിലേറെ നല്ല ഇതാണ്. ഒറ്റ കാറ്റിന് വന്നിട്ട് ഇതാണ് വന്ന അടി. തമിഴ്നാട് സൈസ് നമ്മൾ 3 കള്ളിന്റെ അത്ര സൈസ് വരില്ല. 3 കള്ളിയാണ് സൈസിൽ ചെറിയ മാറ്റം. സാധാരണ 3 കള്ളി വരുന്നത് ഈ ഒരു സൈസിലൊക്കെയാണ് വരിക. ഇതാകുമ്പോ സൈസ് എന്ന് പറയും തമിഴ്നാട് ഏരിയയിൽ ഫീറ്റിലാണ് 4.2 4.4 അങ്ങനെ ഫീറ്റിലാണ്. ഇത് തേക്ക് വീട്ടി ഏത് കളറിലായി ചെയ്യാന്ന് കാണിക്കാൻ വേണ്ടി. നമ്മൾ തുടങ്ങിയ സമയത്തൊന്നും സ്റ്റീൽ അത്ര ആൾക്കാർക്ക് പരിചയമായത്. ഇപ്പൊ എന്താ നമ്മൾ ഇതിലേറെ പേരാണ് സ്റ്റീലിനെ കുറിച്ചിട്ട്. അതെ, നമുക്ക് ആ മോഡൽ വേണം. ഇത് നമ്മളിപ്പോ ചെയ്ത വിൻഡോസ് ഒക്കെ നമ്മൾ ഐഡിയക്ക് ചെയ്തതല്ല. കസ്റ്റമർ നമുക്ക് ഈ മോഡൽ വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാം, ധൈര്യമുണ്ട്. കാരണം നമ്മൾ 5 വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്, ഏത് സൈസിലും ചെയ്ത് കൊടുക്കാൻ പറ്റും. ടാറ്റന്റെ GI ബെൻഡ് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ പ്രൊഫൈൽ ആക്കിയിട്ട് വെക്കും, ഓരോ സൈസിനനുസരിച്ച് എടുക്കാൻ വേണ്ടി. ഇപ്പൊ കാണിച്ച പ്രൊഫൈൽ ഉണ്ടല്ലോ, അതായിട്ട് ചെയ്ത വാതിൽ കട്ടിലാളാണത്. വാതിൽ കട്ടിലിന്റെ വെൽഡിംഗ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് 6-4 കട്ടിലാണ് ഈ കിടക്കുന്നത്.
ഈ 6x4 കട്ടിലൊക്കെ ചെയ്യാനൊക്കെ എത്ര രൂപ വരും? ഇത് ഏകദേശം ഒരു 6 രൂപന്റെ ആ റേഞ്ച് 6000 രൂപന്റെ 6000 രൂപ ചെയ്യാൻ മതി. ഇതിന്റെ കൂടെ എപ്പോക്സി പ്രൈമർ ഒക്കെ അടിച്ചിട്ടല്ലേ? അതായത് ഇതിന്റെ ഇഞ്ചസ് ഇതുണ്ടല്ലോ വിജാഗിരി ഇഞ്ചസ് ഇതെല്ലാം ഉണ്ടോ? ആ ഡബിൾ സെറ്റ് വിജാഗിരി ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. 94 ഇപ്പൊ നമുക്ക് ഏകദേശം ഒരു 9500 9000 റേറ്റ് വരും. ഇതിപ്പോ ഒരു വുഡിലാണ് ചെയ്യുന്നത്, നല്ല റേറ്റ് ഏകദേശം ഒരു 18-20 രൂപ മിനിമം വേണ്ടി വരും. വെൽഡിംഗ് ഇല്ലാത്ത വിൻഡോ വരുന്നുണ്ട്. വെൽഡിംഗ് ഇല്ലാന്നുള്ളതല്ല, വെൽഡിംഗ് മാക്സിമം കുറച്ചിട്ട് ലോക്കിംഗ് സിസ്റ്റത്തിൽ വരുന്ന ടൈപ്പ് ഇതിലാണെന്നുണ്ടെങ്കിൽ വെൽഡ് ചെയ്യണം, ജോയിന്റ് വെൽഡ് ചെയ്യണം, കുറയ്ക്കാൻ പറ്റും. അങ്ങനെ ചെയ്താ ഇതൊക്കെ അങ്ങനെ ചെയ്താൽ ഇതിപ്പോ നമ്മൾ ആദ്യം ചെയ്തിരുന്ന വിൻഡോസിനൊക്കെ ഇവിടെ ഒരു വെൽഡിംഗ് വരും. ഇവിടെ താഴെ ഇങ്ങനെ കണ്ടിന്യൂ ഈ വെൽഡിംഗ് ആളുണ്ടല്ലോ, ഇവിടെ വരുന്ന വെൽഡിംഗ് ആൾ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് ലോക്കിങ് വേണ്ട ആൾക്കാർക്ക്, മറ്റേത് ഇപ്പോഴും ചെയ്യുന്നുണ്ട്, ലോക്കിങ് വേണ്ട ആൾക്കാർക്ക് നമ്മളിങ്ങനെ അത് മറ്റേ കമ്പയർ ചെയ്യുമ്പോൾ വില കൂടുതലാണ്. വെൽഡിങ് ലോക്കിംഗ് ആകുമ്പോൾ നമുക്ക് ഒരു കല്ലില് 150 രൂപ കൂടി മറ്റേ ഇത് നമുക്ക് ജോയിന്റിൽ മാത്രം ഇവിടെ ഒരു സ്പോട്ട്, ഇവിടെ ഒരു സ്പോട്ട് ഇത്രേ വരുള്ളൂ. വെൽഡിങ്ങൾ മാത്രമേ നമുക്ക് വരുള്ളൂ. നമുക്ക് ഏകദേശം 20% വെൽഡിംഗ് വരുന്നത്. ഒരു 20% വെൽഡിംഗ് വരും. നമ്മള് വെൽഡിംഗ് ഉള്ള ടൈപ്പ് എന്ന് പറഞ്ഞല്ലോ, നമ്മള് നോർമൽ ചെയ്യുന്ന ഇതിപ്പോ എല്ലാം കിട്ടുന്നതാണ്. ലോക്കിംഗ് എല്ലാ ഏരിയയിലും ഉണ്ടാവില്ല. ഈ ഒരു ഏരിയ എങ്ങനെ നമുക്ക് സാധാരണ ഇതിൽ എല്ലാവരും ചെയ്യുന്ന അങ്ങനെയാണ്. അപ്പൊ ഇപ്പൊ ആൾക്കാർ വിചാരിക്കും ലോക്കിംഗ് ആയതുകൊണ്ട് ഇത് തുരുമ്പ് വരുന്നോണ്ടാണ് ലോക്കിംഗ് ആയത്. തുരുമ്പ് വരുന്നോണ്ടല്ല, ഈ ഏരിയ ഫുള്ള് നമ്മൾ അതേപോലെ ബോഡി ഫില്ലർ ഇടും. അതിൽ ആ പച്ച കളറിൽ കാണുന്ന ഫുള്ള് ബോഡി ഫില്ലറാണ്. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തുരുമ്പ് വരില്ല. ഇതിലിപ്പോ നമ്മൾ വെൽഡിംഗിൽ കുറവെന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ വരുന്ന വെൽഡിംഗ് ആണെന്നല്ല, ഈ ഒരു പച്ച കളർ വരുന്നത് ഇത് ഫുള്ള് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നമ്മുടെ വണ്ടിക്കൊക്കെ ഉപയോഗിക്കും, കാറുകൾക്കൊക്കെ ഉപയോഗിക്കും അതേ പില്ലറല്ലേ? കാറിന് നമ്മൾ എങ്ങനെയാണോ പെയിന്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇതിന് ചെയ്യുന്നത്. അക്കാതിന്റെ ബോഡി ഫില്ലർ ഇട്ടിട്ട് നമ്മള് ജോയിന്റ് ഫുള്ള് ക്ലിയർ ചെയ്യും. അതിനുശേഷം അപ്പോക്സി ഒരു കാരണവശാലും തുരുമ്പ് വരാൻ സാധ്യതയില്ല, ചാൻസ് ഇല്ല. ഇതാണ് ലോക്കിംഗ് അല്ലേ? അതായത് ഇതാണ് ലോക്ക്. ഇതാണ് ലോക്ക്. ഇത് സെൻട്രൽ കാലിന് ഇതേപോലെ ഒരു ഹോൾസാൾ ഉണ്ട്. ഇതിലേക്ക് ഇറക്കി വെക്കും. ഇതിൽ ഇറക്കി വെക്കലാണ്. ഓക്കെ, ഇതിൽ ഇറക്കി വെക്കുക, പ്രസ് ചെയ്യല്ലേ? ഓക്കെ, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഇവിടെ ഉള്ള വെൽഡിങ്ങിന്റെ ആവശ്യമില്ല. ഇനി ഈ ഭാഗം വെൽഡ് ചെയ്ത് കൊടുക്കും, അത്ര വെൽഡിങ് വരുന്ന ഈ പീസിൽ ഇവിടെ രണ്ട് സൈഡിൽ വെൽഡിങ് വരുള്ളൂ. ആ ഒരു മാറ്റാണ് ഇപ്പൊ നമ്മൾ വെൽഡിങ് കുറഞ്ഞു എന്ന് പറഞ്ഞത്. ഇത് ചെയ്യേണ്ട ആൾക്കാർക്ക് ഇത് ചെയ്യാം, മറ്റേത് മോശമാണെന്നല്ല, ഇത് വേണ്ട ആൾക്കാർക്ക് കുറച്ചും കൂടി പെർഫെക്ഷൻ ആണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മള് ഇതൊക്കെ ഒരു 4 കള്ളിന്റെ വിൻഡോ ആണ്, പക്ഷെ ഒന്നുകൂടി സൈസ് കൂടുതലുണ്ട്. കാരണം നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് അൺസൈസുകളാണ്. കാരണം എല്ലാ ടീമും ഇങ്ങനെ അൺസൈസ് ചെയ്യില്ല, വലിയ സൈസുകൾ. പിന്നെ നമ്മളെ പുറത്ത് കണ്ട ടൈപ്പ് ഒന്നും എല്ലാ ടീമും ചെയ്തു. അതേപോലെ പള്ളി ക്രിസ്ത്യൻ ചർച്ചിന് വരാം, ഗോത്തിക് കണ്ട ടൈപ്പ്, ആ ടൈപ്പ് ചെയ്യലുണ്ട്. നമ്മളിപ്പോ കണ്ണൂർ എറ്റ് ഭാഗത്തുള്ള ഒരു പള്ളിക്ക് ഫുൾ ആയിട്ട് നമ്മൾ തന്നെ ചെയ്തു. അതേപോലെ ഇതിന് സെന്ററിലൊക്കെ ഒരു ഹോൾസ് ഫിനിഷിംഗിൽ ഒരു റൗണ്ട് ഹോൾസ് ഉണ്ട്. ഇത് സംഭവം എന്തിനാ, ഇതിൽ കോൺക്രീറ്റ് ഫില്ല് ചെയ്യാൻ. ഈ കോൺക്രീറ്റ് ഫില്ല് ചെയ്യുന്നത് ഇത് മുട്ടുന്ന സമയത്ത് സൗണ്ട് പോയി കിട്ടാൻ വേണ്ടി ഇതൊക്കെ കോൺക്രീറ്റ് ഫില്ല് ചെയ്യും. അതേപോലെ ഇതും ഫില്ല് ചെയ്യാൻ സൗണ്ട് ഉണ്ടാവില്ല, അതിന് വേണ്ടിട്ടുള്ള. അപ്പൊ അവിത ഒന്നും കൂടി നമുക്ക് പറഞ്ഞേക്കാം, ഇതിന്റെ ലൊക്കേഷൻ ഒന്ന് കറക്റ്റ് ഒന്ന് പറഞ്ഞു. കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയില് വളാഞ്ചേരി വന്നിട്ട് പിന്നെ അടിയൂര്. അതിന് ലോങ് വരുന്ന വളാഞ്ചേരി വന്നാല് ലൊക്കേഷൻ മാപ്പ് ഇട്ട് കൊടുക്കാം. വളാഞ്ചേരി വന്നത് നേരെ ഗൂഗിൾ ചെയ്തൊക്കെ പല ഏരിയയിൽ നിന്ന് ആൾക്കാർ വരലുണ്ട്. തമിഴ്നാടും കർണാടക ആന്ധ്രയിൽ നിന്ന് വരെ ഇവിടെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്, കസ്റ്റമർ ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമ്മളെ ലൊക്കേഷൻ പറഞ്ഞു, ഡെലിവറി കാരണം ഡെലിവറി ഓൾ കേരള അല്ല, തമിഴ്നാട് കർണാടക. ഒരു വീടിന്റെ ഓർഡർ ഉണ്ടായാലും തമിഴ്നാട് കർണാടക കേരള ഫ്രീ ഡെലിവറി. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഡേ നമ്മൾ പറഞ്ഞു 10 to 20 ഡേയ്സ്, 15 ദിവസം മാക്സിമം 15 ദിവസം. ഇപ്പൊ ചില വീടിനുണ്ടാവും, വീടിന് വിഷയം ഉണ്ടല്ലോ, ഫ്ലാറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 20 ഡേയ്സ് പറയേണ്ടത്. വീടിനൊക്കെ 15 ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ 10 to 15. ചില കസ്റ്റമർക്ക് ഉണ്ടാവും ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും, 7 ദിവസം കൊണ്ട് വേണമെന്ന് പറഞ്ഞാൽ 7 ദിവസം കൊണ്ട് തരും. 5 ദിവസം കൊണ്ട് ഞാനൊരു ഓർഡർ കൊടുത്തിട്ടുണ്ട്, നല്ലൊരു ഓർഡർ കൊടുത്തിട്ടുണ്ട് വയനാട്ടിലേക്ക്. ഡെലിവറി ചെയ്തല്ലോ, അത് അവർക്ക് വേണമെന്ന് പറഞ്ഞപ്പോ നേരെ 7 ദിവസം കൊണ്ട്. പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് കണ്ടാൽ മതി, നേരിട്ട് കണ്ട ആൾക്കാർക്ക് നേരെ ഇവിടെ വന്നാല് കാണാം. പിന്നെ അതുപോലെ തന്നെ വീടിന്റെ ലാൻഡ്സ്കേപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളെ മെയിൻ കണ്ടന്റ് അല്ലാത്തതുകൊണ്ട് അതിനെപ്പറ്റി പറയുന്നില്ല, അപ്പൊ നിങ്ങൾക്ക് അതും ഏൽപ്പിക്കാം അല്ലെ? താണ്ടൂര് ഫോണും ചെയ്യുന്നുണ്ട് അല്ലേ? ഗാർഡൻ ചെയ്യും, മെയിൻ ആയിട്ട് ഗാർഡൻ അങ്ങനത്തെ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോ അങ്ങനെ ആക്കല്ലേ? അപ്പൊ ഇൻഷാ അല്ലാഹ് കാണാമല്ലേ? ഇടക്കിടക്ക് വരും. ഓക്കെ, ശരി. ഓക്കെ.